ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര മൊറയൂർ ഹെൽത്ത് സെൻ്ററിലേക്കാണ് കേട്ടോ. ഈ ഹെൽത്ത് സെൻ്ററിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുണ്ട്രൂന് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 10ാം മാസത്തിലെ പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തപ്പോൾ ഒക്കെ നല്ല കരച്ചിലുണ്ട് ആൾ. അതുപോലെ നമ്മളിന്ന് പോയി നോക്കുക. സംഭവം ഇപ്പോൾ പോരുമ്പോൾ ആൾക്ക് പ്രശ്നമൊന്നുമില്ല, ഉഷാറാണ്. പക്ഷെ അത് കൊടുത്ത് വരുമ്പോഴുള്ള സീന് ഭയങ്കര കാരം. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ നമ്മൾ വന്ന് കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ മാസ്ക് ഇടാത്തതുകൊണ്ട് ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മാസ്ക് ഇടാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം നിപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാസ്ക് നിർബന്ധമാണെന്ന്. ഇനിയിപ്പോൾ ഈ നേരം കെട്ട നേരത്തെ എവിടെ പോയി വാങ്ങുന്നു ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് അവിടെ നിന്ന് തന്നെ സിസ്റ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള മാസ്ക് അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഈ മാസ്കിനൊരു പ്രത്യേകത ഉണ്ട്. 2 കൈയും കൂട്ടി കെട്ടി സെറ്റാക്കിയാൽ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. കയറാണ് ഇതിമേൽ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാസ്ക് എന്തായാലും ചെവിയിൽ കൊളുത്തിട്ട് ആടെ നിന്നോളും, വായിച്ചെടുക്കാനൊക്കെ സുഖമാണ്. ഇതിപ്പോൾ കെട്ടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഏതായാലും കെട്ടി റെഡിയാക്കി സെറ്റാക്കി ഞങ്ങളുടെ ഇരുന്നിട്ടോ നമ്മൾ ടോക്കൺ ആവണ വരെ. ഈ മാസ്ക് കെട്ടാനുള്ള റിസ്കിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത്ര വലിയ കാര്യമാണോ? ഇത് നോക്കിയാണ് നിങ്ങൾ 2 കൈയും പിടിച്ച് 4 കയറും പിടിച്ച് വലിച്ച് കെട്ടുന്ന കേട്ടോ, വേറെ മാർഗ്ഗമില്ല. ഉള്ളിൽ തിക്കിലും തിരക്കിലും പെട്ട് അപകടം പറ്റണ്ട വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്. ബോർഡ് വെച്ചത് 2022 ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇന്നും പ്രസക്തി ഉണ്ട് കേട്ടോ. കാരണം മൊബൈൽ ഫോണും ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു ലഹരി തന്നെയാണ്. ഞാനിതൊക്കെ പറയുമെങ്കിലും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ വന്നാൽ കാണാനും മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ തീരെ മറക്കരുത്. അപ്പോൾ ചെങ്കളെ നമ്മളെ വീഡിയോ അവസാനിക്കാനായി. നമ്മൾ കൊണ്ടുവരുക പോളിയൊക്കെ വെച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതും ശുഭം.